ഇന്നൊരു ഹോളിഡേ 5 മണിക്ക് അലാറം ഓഫാക്കി 7 മണിയാവുന്ന ഇവിടെ വരെ കിടന്നുറങ്ങി. ഇരുന്ന വെജിറ്റബിൾസ് എല്ലാം കൂട്ടി തട്ടിക്കൂട്ടി ഒരു സാമ്പാർ ഉണ്ടാക്കി. ഇഡ്ഡലി സാമ്പാറും ചട്നി ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ്. ഉച്ചയ്ക്ക് മീൻകറി വെക്കാൻ വേണ്ടി മീനെല്ലാം എടുത്ത് റെഡിയാക്കി വെച്ച് ആരോ മീൻകറിയുടെ റെസിപ്പി ചോദിച്ചിട്ടുണ്ടായിരുന്നു. കടുക്, ഉലുവ, ഇഞ്ചി, വെളുത്തുള്ളി ഇതെല്ലാം മൂപ്പിച്ചിട്ട് കാശ്മീരി മുളകും ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കും. മീൻ കറി വെക്കുമ്പോൾ ഞാൻ മല്ലിപ്പൊടി ചേർക്കത്തില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ അല്പം മല്ലിപ്പൊടി ചേർക്കാം. കുടമ്പുളി കറിവേപ്പില ആവശ്യത്തിന് ഉപ്പും ചേർത്ത് മീൻകറി വേവിക്കുക. തിളച്ച് കഴിഞ്ഞാൽ ഫ്ലെയിം സിമിലാക്കുന്ന കാര്യം മറക്കരുത്. ടേസ്റ്റി നെയ്മീൻ കറി ഇവിടെ റെഡിയായി. പാൽക്കപ്പ വൈറലായിട്ട് കുറേ നാളായി. ഇതുവരെ എനിക്കൊരു പാൽക്കപ്പ ഉണ്ടാക്കാൻ പറ്റിയില്ല. എന്നാൽ പിന്നെ ഇന്നൊരു പാൽക്കപ്പ ഉണ്ടാക്കാമല്ലോ എന്ന് വിചാരിച്ചു. ഇതിനകത്തോട്ട് 1-ാം പാലും 2-ാം പാലും സെപ്പറേറ്റ് ഒഴിക്കണം. ഞാൻ രണ്ടും ചേർത്തും കുഴിച്ച് കടുവും താളിച്ച് നമ്മുടെ പാൽക്കപ്പ ഇവിടെ റെഡിയായി. അതിനിടയ്ക്ക് ഓടിപ്പോയി ഒന്ന് റിസൾട്ട് എന്താണെന്നൊന്ന് നോക്കി. അപ്പോഴാണ് വാഷ് ചെയ്യാൻ വെച്ചിരുന്ന ഡ്രസ്സിനെ പറ്റി ഓർമ്മ വന്നത്. അപ്പോൾ നിങ്ങൾ ചോദിക്കും വാഷിംഗ് മെഷീൻ ഇല്ലെന്ന്. എൻ്റെ സ്വന്തം വാഷിംഗ് മെഷീൻ കൊണ്ട് അലക്കുന്നതാണ് എനിക്കിഷ്ടം. തുണിയെല്ലാം അലക്കിയ ശേഷം പെട്ടെന്ന് തന്നെ കുളിച്ച് റെഡിയായി വന്നു. പാൽക്കപ്പയും മീൻകറിയുടെയും കാര്യം ഓർത്തപ്പം വായി കപ്പൽ ഓടുന്നു. കഴിച്ചിട്ട് തന്നെ കാര്യം 12 മണി ആയതേ ഉള്ളൂ. നല്ല ചൂട് പാൽക്കപ്പയും നല്ല നെയ്മീൻ കറിയും ചേർത്ത് കുഴച്ച് കഴിക്കാൻ എന്നാ ടേസ്റ്റ്. ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറന്നുപോയാലും എൻ്റെ പാൽക്കപ്പയും നെയ്മീൻ കറിയും അടിപൊളി ടേസ്റ്റാണ്.